ഈ സ്വർണ്ണക്കൊള്ള കേസിൽ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാമിനെ ED എന്ന് ചോദ്യം ചെയ്യും. പോറ്റിയുമായി ജയറാമിന് സാമ്പത്തിക ഇടപാടുകൾ എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ എന്ന കാര്യമാണ് ED അന്വേഷിക്കുക. പോറ്റിയുമായി ബന്ധമുള്ള മറ്റ് 10 പേർക്ക് കൂടി ED സമൻസ് അയച്ചിരുന്നു. ഇതുവരെ എല്ലാവരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുകയും ചെയ്യും. സഹിൻ ആന്റണി വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ ഉണ്ട്. സഹിൻ ആന്റണി, ഗുഡ് മോർണിംഗ്. ഈ ജയറാമും ഈ പോറ്റിയും തമ്മിൽ ഗുഡ് മോർണിംഗ്. ജയറാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുണ്ടോ എന്ന കാര്യത്തിലാണ് ED വ്യക്തത വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. പോറ്റിയെ ഈ വർഷങ്ങളായിട്ട് അറിയാം. ഞാൻ സ്ഥിരമായി 19 വർഷമായിട്ട് ശബരിമലയിൽ പോകുന്ന ആളാണ്. അവിടെയൊക്കെ വെച്ച് പോറ്റിയെ കണ്ടിട്ടുണ്ട് എന്നതല്ലാതെ ഇയാളുമായിട്ട് ഒരു തരത്തിലുള്ള സാമ്പത്തിക വിഷയങ്ങളും അല്ലെങ്കിൽ സാമ്പത്തിക കൈമാറ്റങ്ങളൊന്നും ഇല്ല എന്നാണ് ജയറാം തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനായിരിക്കും EDയുടെ നീക്കം? ജയറാം ഇന്ന് ഹാജരാകുമോ സഹിൻ? നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് ജയറാം ഇന്ന് ഹാജരാകുമെന്ന് തന്നെയാണ്. രാവിലെ 10 മണിയോടുകൂടി കൊച്ചി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ജയറാം ഹാജരാകും. നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളായിരിക്കും ജയറാമിൽ നിന്നും അന്വേഷണ സംഘം ചോദിച്ചറിയാൻ ശ്രമിക്കുക. പക്ഷേ ജയറാം മുൻപ് നൽകിയിട്ടുള്ള മറുപടിയും തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം, പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടില്ല. വർഷങ്ങളായി ശബരിമലയിൽ പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ട്. മറ്റൊന്ന് ജയറാം പറയുന്ന ഒരു കാര്യം, തനിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടില്ല എന്നുള്ളതാണ് ജയറാം പറഞ്ഞു വയ്ക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറിയാൻ ശ്രമിക്കുന്നതാകട്ടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം തന്നെ ഈ പറയുന്ന ജയറാമും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വശങ്ങളാണ് പ്രധാനമായിട്ടും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ ജയറാമിൻ്റെ ചെന്നൈയിലെ വസതിയിലെത്തിച്ച് അത്തരത്തിൽ പൂജകൾ നടത്തിയിരുന്നു. അതിൽ നടൻ ജയൻ രവി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോഴൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? അതെങ്ങനെയാണ്? ബാങ്ക് വഴിയാണോ അല്ലെങ്കിൽ പണമായിട്ടാണോ നൽകിയിട്ടുള്ളത്? ഇക്കാര്യങ്ങളൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അറിയേണ്ടതുണ്ട്. നിലവിൽ 12 പേർക്കായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിൽ 4 പേരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ജയറാം അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുക. ഓക്കെ, അപ്പം കൂടുതൽ പേരെ അതായത് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിൽ നിന്നും വ്യക്തത തേടാൻ നീക്കം നടത്തുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അപ്പോൾ ഇന്ന് നടൻ ജയറാം ചോദ്യമുനയിലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി.